നിങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ റിലീസ് ബട്ടൺ ഫുൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. ഇതിനെ നമ്മൾ പറയുന്നത് ഡ്രൈവ് മോഡ് എന്നാണ്. ഇതിൽ 5 ഐറ്റംസാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ പുതിയ ക്യാമറകൾ വരുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരുപാട് പുതിയ ഐറ്റംസ് ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടുള്ള 5 സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫോക്കസ് മോഡും ഡ്രൈവ് മോഡും കൂടി ഏകദേശം സെയിം ആണ് ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, കോംപ്ലിക്കേഷൻ ആവരുത്, അല്ലെങ്കിൽ കൺഫ്യൂസ് ആവരുത്. ഈ ഡ്രൈവ് മോഡിൽ നമ്മൾക്ക് 5 ഓപ്ഷൻസാണ് കിട്ടുക, 5 മോഡുകളാണ് കിട്ടുക. അപ്പോൾ അതിലാദ്യത്തതാണ് സിംഗിൾ എന്നുള്ള ഒരു മോഡ്. ഇതിലെന്താ സംഭവിക്കുക, നിങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ റിലീസ് ബട്ടൺ, അതായത് ഫോട്ടോ എടുക്കുന്ന ക്ലിക്ക് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് അമർത്തി അവിടെ എത്ര നേരം പിടിച്ചു കഴിഞ്ഞാലും ക്യാമറ ഒരു ഫോട്ടോ മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും പ്രസ് ചെയ്യണം, മൂന്നാമത്തെ ഫോട്ടോ എടുക്കണമെങ്കിൽ വീണ്ടും പ്രസ് ചെയ്യണം. ഇത് നമ്മൾ പറയുക ഒരു സിംഗിൾ ഫ്രെയിം ഷൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി രണ്ടാമത് വരുന്നത് കണ്ടിന്യൂസ് മോഡാണ്. കണ്ടിന്യൂസ് മോഡിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ റിലീസ് ബട്ടൺ അല്ലെങ്കിൽ ക്ലിക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഷീൻ ഗണ്ണ് പോലെ പടപടപടാന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഇതാണ് കണ്ടിന്യൂസ് മോഡ്. കണ്ടിന്യൂസ് മോഡ് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങളുടെ മെമ്മറി ഫുള്ളാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ റാം ഫുള്ളാകുന്ന സമയത്തും, അതും അല്ലെങ്കിൽ നിങ്ങൾ കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ സിറ്റുവേഷൻസിൽ മാത്രമേ ഇത് ഓഫ് ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് എത്ര നേരം പിടിക്കുന്നോ അതുവരെ ഇത് അടിച്ചുകൊണ്ടിരിക്കും. റാം ഫുള്ളാവുകയാണെങ്കിൽ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് ക്യാമറ ഒന്ന് ലാഗ് ആവും, അതായത് ഒന്ന് ഹോൾട്ടാവും. പിന്നെയും ആ റാമിലുള്ള ഡാറ്റ മൊത്തം SD കാർഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ക്യാമറ അതുപോലെ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത് വരുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്സ് ടൈമർ എന്നാണ്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. 10 സെക്കൻഡ് ടൈമർ ഓൺ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഈ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഷട്ടർ റിലീസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ അപ്പം ബീപ്പ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് 10 സെക്കൻഡ് ആകുന്ന മൊമെൻറ്റിൽ ഫോട്ടോ എടുക്കും. ഇതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, ഇതിന് നമ്മൾ പറയുക സെൽഫി ടൈമർ എന്നാണ് പറയുക. നിങ്ങൾക്ക് ട്രൈപോഡിൽ ക്യാമറ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് പോയി നിന്ന് സ്വന്തം ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് 2 സെക്കൻഡ്സ് ടൈമറാണ്. ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ നിങ്ങളൊരു ഹൈ എൻഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ക്യാമറ ട്രൈപോഡിൽ വെച്ചിട്ടായിരിക്കും ഉപയോഗിക്കുക. കാരണം 1/80 താഴോട്ട് ഷട്ടർ സ്പീഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈപോഡ് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ക്യാമറ ഷെയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ അപ്പോൾ നമ്മൾ ഒരു ഫയർ വർക്ക്സ് ഷൂട്ട് ചെയ്യാൻ 20 സെക്കൻഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രൈപോഡിൽ വെച്ചിട്ട് നിൽക്കുകയാണ്. ട്രൈപോഡിലാണ് നമ്മൾ ക്യാമറ ഉള്ളതെങ്കിലും കൂടി നമ്മൾ ഈ ഷട്ടർ റിലീസ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഫിംഗറിൻ്റെ പ്രഷർ ക്യാമറയിലേക്ക് കൊടുക്കുമ്പോൾ എത്ര ഹെവിയായ ട്രൈപോഡായാലും അതിനകത്ത് ചെറിയൊരു ഹാൻഡ് ഷേക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ക്യാമറ ഷേക്ക് വരും. അത് ആ ചിത്രത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തും. അതായത് ഒരു ഗോസ്റ്റ് എഫക്റ്റ് ഉണ്ടാവും അതിനകത്ത്. ഒരു രണ്ടെണ്ണം ആയതുപോലെയുള്ള ഒരു ഫീൽ ഉണ്ടാവും. അതിപ്പോൾ എത്ര നല്ല ട്രൈപോഡായാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമർ ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് പ്രസ് ചെയ്തിട്ട് നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ ക്യാമറ ഫോട്ടോ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്നതിൻ്റെ എന്ത് ഷെയ്ക്ക് വന്നാലും അതെല്ലാം നോർമൽ അതായത് 2 സെക്കൻഡ് കൊണ്ട് ആ ഷെയ്ക്ക് അങ്ങ് പോകുമല്ലോ. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ ക്യാമറ ഫോട്ടോ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് എക്സ്പോഷറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ലോങ് എക്സ്പോഷർ ഷൂട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ, നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ ട്രിഗർ ഉപയോഗിക്കണം. ഒരു കേബിൾ റിലീസ് എന്നാണ് അതിന് പറയുക. ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ട്രിഗർ ചെയ്യണം. എന്നാൽ നിങ്ങളുടെ ക്യാമറയിൽ ഷെയ്ക്ക് വരാതിരിക്കും. നേരിട്ട് ക്യാമറയിൽ പ്രസ് ചെയ്യുന്നത് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയിൽ ഒരു നല്ല മെത്തേഡ് അല്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ നിങ്ങളുടെ ഡ്രൈവ് മോഡിൽ വരുന്നത് റിമോട്ട് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾ ക്യാമറ ട്രൈപോഡിൽ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട്, അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ 150-250 രൂപക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ക്യാമറ ട്രിഗറുകളുണ്ട്. നിക്കോണിനായാലും കാനണായാലും ഒക്കെ ഒരു ഇൻഫ്രാറെഡ് റിമോട്ട്, ചെറിയൊരു 1 രൂപ നാണയത്തിൻ്റെ അത്രയും പോകുന്ന ഒരു ഡിവൈസാണത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ തന്നെ ഫോട്ടോസ് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അടക്കം ഉള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ ആ സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ റിമോട്ട് ഓപ്ഷൻ. ഓക്കെ, ഇനി ചില ക്യാമറകളിൽ ഇപ്പം നിക്കോണിലായാലും കാനണിലായാലും ഈ ഡ്രൈവ് മോഡിൽ തന്നെ അഡീഷണൽ ഓപ്ഷൻസ് ഒരുപാട് തരാറുണ്ട്.
അതായത് ഫസ്റ്റിൽ സിംഗിൾ ഷോട്ടിൽ അതിലൊന്ന് തന്നെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കണ്ടിന്യൂസ് മോഡിൽ തന്നെ ഒരു ഹൈ സ്ലോ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ തരാറുണ്ട്. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ 10 ഫ്രെയിമോ എത്രയാണ് എടുക്കേണ്ടത് അത്രയും ഫാസ്റ്റായിട്ട് കടകടകട അടിച്ചുകൊണ്ടിരിക്കും. സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ 4 ഫ്രെയിമോ 5 ഫ്രെയിമോ ഒക്കെ അത് എടുക്കുകയുള്ളൂ. ഇത് കണ്ടിന്യൂസ് ഇതിൽ 2 ഓപ്ഷൻ വരുമ്പം ഈ ഹൈ എന്നുള്ള ഒരു ഓപ്ഷനിൽ നോർമലി ഈ ക്യാമറ ഇത്രയും സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വേറൊരു പ്രശ്നമുണ്ട്. അതായത് അത് ഒട്ടുമിക്ക കേസിലും ഫയൽ സൈസ് വളരെ റെഡ്യൂസ് ചെയ്തിട്ടാണ് സേവ് ചെയ്യുക. അതായത് കംപ്രസ്ഡ് ഫയലാണ് സേവ് ചെയ്യുക. കാരണം ഫയൽ പെട്ടെന്ന് സേവ് ചെയ്താലേ അടുത്ത ഫോട്ടോ ക്യാമറയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ക്യാമറ ഫയൽ സൈസ് കംപ്രസ് ചെയ്തിട്ട് സേവ് ചെയ്യുന്ന ഒരു പ്രശ്നം കാണാറുണ്ട്. ഇനി ചില ക്യാമറകളിൽ ഈ ടൈമറിൻ്റെ 10 സെക്കൻഡ്സ് ടൈമർ കാണില്ല. അതിന് പകരം റിമോട്ടായിരിക്കും ഉണ്ടാവുക. റിമോട്ട് ഓപ്ഷനിൽ തന്നെ നിങ്ങൾ അത് രണ്ടുമായിട്ടും വർക്ക് ചെയ്യും. ആ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നിങ്ങളൊരു ഇൻഫ്രാറെഡ് റിമോട്ട് ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യും. റിമോട്ടിൽ ഫോട്ടോ എടുക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ റിമോട്ട് ഇല്ല, നിങ്ങൾ ആ റിമോട്ടിൻ്റെ ഓപ്ഷൻ ഇട്ടിട്ട് ഷട്ടർ പ്രസ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ അത് 10 സെക്കൻഡ്സ് ടൈമറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ മുതൽ അത് ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങും. 10 സെക്കൻഡ് ആകുമ്പോൾ അത് ഫോട്ടോ എടുക്കുകയും ചെയ്യും. പിന്നെ കസ്റ്റം ടൈമർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ടൈം സെറ്റ് ചെയ്ത് നോക്കാം. എത്ര ടൈം, 5 സെക്കൻഡ് വേണോ 7 സെക്കൻഡ് വേണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു കണ്ടിന്യൂസ് മോഡ് ഉണ്ട്. കണ്ടിന്യൂസ് മോഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്സിൻ്റെ ടൈമറിൽ തന്നെയാണ് സംഭവം. ഇത് മിക്കവാറും സോണിയുടെ ക്യാമറകളിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ 10 സെക്കൻഡിൻ്റെ ടൈമർ വെച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് എത്ര ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂസ് മോഡിൽ നിങ്ങൾക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. അത് എനിക്ക് തോന്നുന്നു 1 to 5 ആണ് കിട്ടുക എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് 10 സെക്കൻഡ് ടൈമർ വെച്ചിട്ട് നമ്മളിങ്ങനെ നേരെ നിന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കും, കൈവീശി കാണിക്കുന്ന എല്ലാവരും. അപ്പോൾ അതിൻ്റെ യുണീക്കായിട്ടുള്ള ഒരു 5 ഫോട്ടോസ് അത് ബാക്ക് ടു ബാക്ക് എടുത്തു തരും നമുക്ക്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ അഡീഷണൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ എവിടെയാണ് ഈ ഡ്രൈവ് മോഡ് ഇട്ടാൻ പറ്റുക എന്നുള്ളത് നോക്കാം നമുക്ക്. നിക്കോണിൻ്റെ ക്യാമറയിലാണെങ്കിൽ മെയിൻ ഡയലിൽ, അതായത് നിങ്ങളുടെ ക്യാമറ മോഡ് ചൂസ് ചെയ്യുന്ന ടോപ്പിലുള്ള ഡയലിൻ്റെ ആ ഡയലിൻ്റെ ബേസിലാണ് ഈ ഒരു റൊട്ടേറ്റിംഗ് ഡയലായിട്ട് ഇതുണ്ടാവുക. നിങ്ങൾ ഏത് ക്യാമറ നിക്കോണിൻ്റെ ഏത് മോഡലായി കഴിഞ്ഞാലും ഈ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റിൽ എസ് എന്നുണ്ടാവും. എസ് സിംഗിൾ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. CL കണ്ടിന്യൂസ് ലോ, കണ്ടിന്യൂസ് എച്ച്. നിക്കോൺ ക്യാമറകളിൽ ക്യൂ മോഡ് കാണാറുണ്ട്. നിങ്ങൾ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ ക്യൂ മോഡ് കാണാം. ക്യൂ മോഡ് എന്താണെന്ന് പറഞ്ഞാൽ ക്വയറ്റ് എന്നാണ് അർത്ഥം. അതായത് നിശബ്ദമായിട്ട് ഷൂട്ട് ചെയ്യുക. ഇതിൽ എന്തായാലും ശബ്ദം ഉണ്ടാവും, പക്ഷേ ആ ശബ്ദത്തിൻ്റെ ഒരു തീവ്രത നമുക്ക് കുറക്കാൻ പറ്റും. അതിൽ വർക്ക് ചെയ്യുന്ന സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ DSLR ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മിറർ മുകളിലോട്ട് പൊങ്ങി ഷട്ടർ തുറന്ന് അടഞ്ഞിട്ട് മിറർ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് സാധാരണ. ഇത് പെട്ടെന്ന് നടക്കുമ്പം ഒരുപാട് സൗണ്ട് കയറി വരും, മിറർ മൂവിങ്ങും ഷട്ടറിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ നിക്കോൺ അതിന് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മിറർ മുകളിലോട്ട് പോകും. നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നമ്മൾ എത്ര നേരം പിടിക്കുന്നുണ്ടോ അത്രയും നേരം ഈ മിറർ മുകളിൽ തന്നെ കിടക്കും. അത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഷട്ടർ ബട്ടൺ ഇടാതെ കുറച്ച് ദൂരെ പോയിട്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ മിറർ താഴോട്ട് വരുന്ന സൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതാണ് നിക്കോണിൻ്റെ ക്വയറ്റ് മോഡ്. ഇതിൽ ക്വയറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് QC എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. QC സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെക്കൻഡിൽ 3 ഫ്രെയിം വരെ മിറർ താഴാതെ, അല്ലെങ്കിൽ മിററിൻ്റെ ആ പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് വലിയ കൺസേർട്ടുകളൊക്കെ ചെയ്യുമ്പം കുറച്ചൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നാലും സൗണ്ട് വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ സൗണ്ടിൻ്റെ തീവ്രത നമുക്ക് ഒന്ന് കുറക്കാൻ പറ്റും. പിന്നെ നിക്കോണിൽ വരുന്നതാണ് മിറർ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അത് ഏകദേശം ലൈവ് വ്യൂ പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ്. മിറർ പൊങ്ങി തന്നെ കിടക്കും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു പരിധി വരെ ഷൂട്ടിങ്ങിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ വരുന്ന നിക്കോണിൻ്റെ 5000 സീരീസ് ക്യാമറകളിലൊക്കെ തന്നെ ഡ്രൈവ് മോഡിന് ഇതേപോലെ ഒരു ഡയലല്ല ഉള്ളത്. അതിന് ഫ്രണ്ടിൽ ഇടത് കൈകൊണ്ട് ക്യാമറ ബോഡിയുടെ മുൻവശത്ത് പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും 5000 സീരീസ് ക്യാമറ ഉപയോഗിക്കുന്നവർ ഡ്രൈവ് മോഡ് തപ്പിയിട്ട് മെയിൻ ഡയലിൻ്റെ അടുത്തേക്ക് പോകേണ്ടതില്ല. നിങ്ങൾ ഇടത് കൈ കൊണ്ട് ക്യാമറ ബോഡിയുടെ മുൻവശത്തായിട്ട് ഒരു 3 ചതുര കട്ട പോലെയുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്
മുകളിലുണ്ടാകുന്ന പ്രിൻ്റ് 3 ബോക്സുകൾ അടുക്കി വെച്ചതുപോലെ, റെക്റ്റാങ്കിൾസ് 3 അടുക്കി വെച്ചതുപോലെയുള്ള ഒരു ബട്ടനാണ് കാണുക. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയുടെ ഡ്രൈവ് മോഡാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ടൈമർ, മിറർ അപ്പ്, അങ്ങനെ റിമോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കിട്ടും. ഓരോ ക്യാമറയിലും ഇത് ഡിഫറെൻ്റ് ആയിട്ട് മാറി വരും. നിങ്ങൾക്ക് 99% ഫോട്ടോഗ്രാഫേഴ്സിനും ഈ 2 ഓപ്ഷൻ മാത്രമേ ആവശ്യം വരുള്ളൂ. അതായത് ഒന്നുകിൽ സിംഗിൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ്. ഇനി ക്യാനണിലാണെങ്കിൽ നിങ്ങൾ ക്യൂ ബട്ടൺ പ്രസ് ചെയ്തിട്ട്, അതായത് സാധാ എൻട്രി ലെവൽ ക്യാമറകളിൽ കേട്ടോ, അല്ലെങ്കിൽ ഹൈ എൻഡ് ക്യാമറകൾക്കാണെങ്കിൽ ഡയറക്റ്റ് ഡ്രൈവിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം, ഏത് ഓപ്ഷനാണ് വേണ്ടത് നേരിട്ട് ചൂസ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുന്നതും സിംഗിൾ ഷോട്ട് ഷൂട്ട് ചെയ്യുന്നതും എപ്പോഴാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യേണ്ടത്? അതായത് നിങ്ങളിപ്പോൾ ഒരു ഫ്ലാഷ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും കണ്ടിന്യൂസ്, അതായത് മെഷീൻ ഗണ്ണ് പോലെയുള്ള ഓപ്ഷൻ യൂസ് ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ ഫ്ലാഷിനെ കൊന്നുകളയും. ഒരു ഫ്ലാഷ് വർക്ക് ചെയ്ത ഒരു പ്രാവശ്യം ഫയർ ചെയ്ത് അല്ലെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു നിശ്ചിത ടൈം വേണം. കാരണം ബാറ്ററിയിൽ നിന്ന് ഒറ്റയടിക്ക് ഒരുപാട് പവർ വലിച്ചെടുക്കുമ്പോൾ ബാറ്ററിയും ചൂടാവും, ഈ ഫ്ലാഷും ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ സമയം അതിനൊരു കൂൾ ഡൗൺ ചെയ്തിട്ട് ആ ബാറ്ററി നോർമൽ സ്റ്റേജിലേക്ക് വരാനുള്ള ഒരു നിശ്ചിത ടൈം കൊടുക്കണം നമ്മൾ. അതിന് റീസൈക്ലിംഗ് ടൈം എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് മോഡിൽ ഇട്ടിട്ട് ഫ്ലാഷ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1, 2, 3 ഫ്ലാഷ് അടിച്ചെന്ന് വരും. നിങ്ങൾ റെഗുലറായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്ലാഷിൻ്റെ ബൾബ് അടിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലാഷ് മോഡിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സിംഗിൾ ഷോട്ട് എന്നുള്ള അല്ലെങ്കിൽ 1 ഷോട്ട് എന്നുള്ള ആ ഒരു മെത്തേഡ് തന്നെ, ഒരു സിംഗിൾ ഫ്രെയിം, ഒരു ക്ലിക്കിൽ സിംഗിൾ ഫ്രെയിം ഷൂട്ട് ചെയ്യുന്ന ആ രീതി തന്നെ ഉപയോഗിക്കുക. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോയിരിക്കുകയാണ്, അപ്പോൾ ഒരു ആനിമൽ ഓടി വരുന്നുണ്ട്, നിങ്ങൾ അവിടെ നിങ്ങളുടെ കണ്ടിന്യൂസ് ഡ്രൈവ് മോഡ് ഉപയോഗിക്കണം. കണ്ടിന്യൂസ് ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 10, 12, 17 ഫ്രെയിമൊക്കെ കിട്ടുന്ന ക്യാമറകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ത്രൂ ഔട്ട് ആനിമൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഫോട്ടോസ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഷോട്ട്സ് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ 1 ഷോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ഷോട്ടിൽ കമ്പോസ് ചെയ്തിട്ട് സക്സസ് ആയില്ലെങ്കിൽ രണ്ടാമത് ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഫോക്കസായി ഫോട്ടോ എടുക്കുമ്പോഴത്തേനും ടൈം കൺസ്യൂമിങ് ആയി പോകും. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോ കിട്ടാതെ വരും. ഇതിന് ഡ്രൈവ് മോഡ് എങ്ങനെയാക്കി ഷട്ടർ റിലീസ് പെർഫോം ചെയ്യണം എന്ന് മാത്രമാണ് ഈ ഒരു സെറ്റിംഗ് കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോണിയുടെ ക്യാമറയിൽ മെനു ഡ്രൈവൺ ആണത്. അപ്പോൾ മെനുവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡ്രൈവ് മോഡ് കിട്ടും. അതുപോലെ അതിനകത്ത് ബ്രാക്കറ്റിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ ആയിട്ട് ഒരുപാട് സെറ്റിങ്സ് ഒന്നിച്ചാണ് നിങ്ങൾക്ക് കിട്ടുക.